35 അധ്യായം 22 വചനം. ഉമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നും പറയുന്നു. ഇത് വ്യക്തമായി മനസ്സിലാകാത്ത ഒരു വ്യക്തികൾ കേരളത്തിലുണ്ടാവില്ല. മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഖബറാളികളെ നിങ്ങൾക്ക് ഒരു നിലയിലും കേൾപ്പിക്കാൻ കഴിയില്ല. ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ. അല്ലാഹുവാണ് മരിച്ച ആളുകളെ കേൾപ്പിക്കുന്നവൻ എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ 35 അധ്യായം 22 വചനത്തിൽ പറയുന്നു. എന്നാൽ ഇതിനെ ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ മരിച്ചവർ കേൾക്കും എന്ന് ഇക്കാലയത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വ്യക്തമായി നിങ്ങൾ മറുപടി പറയണം. അല്ലാതെ നിങ്ങളുടെ നേതാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാവരുത്. ഹദീസുകൾ, ദുർബലമല്ലാത്ത ഹദീസുകളിൽ നിന്ന് വ്യക്തമായി ശ്രോതാക്കൾക്ക് അള്ളാഹു ഈ പറഞ്ഞതുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ വ്യക്തമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ന ആയത്ത് മരിച്ചവർ കേൾക്കുകയില്ല എന്ന ആശയമല്ലേ അതിൽ പറഞ്ഞത് എന്നാണ് ചോദ്യത്തിന്റെ രത്നച്ചുരുക്കം. എന്നാ മലക്കുകൾ കുടുങ്ങിയത് തന്നെ. മലക്കുകള് മരണപ്പെട്ടതിനു ശേഷം ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരാളെ മറവ് ചെയ്ത് ഹത്താ ഇദാ തവല്ല അൻഹു അസ്ഹാബുഹു അതാഹു മലക്കാനി. ഇദ്ദേഹത്തെ മറവ് ചെയ്ത് തന്റെ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് 2 മലക്കുകൾ വരും. എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക എന്ന് പറഞ്ഞ ചോദ്യം ഓരോ മനുഷ്യരോടും ചോദിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഈ കേൾക്കാത്ത ആളുകളെടുത്തേക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്ന ഈ മലക്കുകൾ എന്തിനാ പറ്റും? മലക്കുകൾ ഇനി കുടുങ്ങിയിട്ട് പോയി തന്നെ എന്നാ ഓലെ പറഞ്ഞയച്ച പടച്ചോൻ എന്തിനാ പറ്റും? ഞാനൊരു കുട്ടിനെ വിളിച്ചിട്ട് പറയാതാ, ആ തൂണത് അവിടെ വെക്കണം, എന്താ അവിടെ വെക്കണമെന്ന് പോയി ചോദിച്ചു നോക്കിയാന്ന് പറഞ്ഞാല് പോണ കുട്ടിനെ കുറിച്ചും പറഞ്ഞ എന്നെ കുറിച്ചും കൂടെ എന്താ മനസ്സിലാക്കുക? അപ്പൊ മരിച്ചവർ കേൾക്കില്ല എന്ന ആശയം വിശുദ്ധ ഖുർആനിനെതിരാണ്, സ്വഹീഹായ ഹദീസിനും എതിരാണ്. ഇനി ഞങ്ങൾ പറഞ്ഞ, ഞങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കണ്ട എന്നാണ് മൗലവി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അത് വായിക്കുന്നില്ല. നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ എന്ന് പറയുന്ന അവരുടെ നേതാവ് തന്നെ ഈ വിഷയത്തിൽ എന്താണ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ മയ്യിത യസ്മഉ ഖർഅ നിആലിൽ മുശയ്യിഈന ലഹു ഇദൻ സറഫു അൻഹു. മയ്യിത്ത് തന്നെ സംസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം മയ്യിത്ത് കേൾക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുന്നു, വകശറ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഉമ്മത്തിഹി ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് നിയമമാക്കിയിട്ടുണ്ട്, അവര് സലാം ചെല്ലുമ്പോൾ അയ്യുസല്ലിമു അലൈഹിം സലാമ മൻ യുഖാതിബൂനഹു. അഭിമുഖമായി സംസാരിക്കുമ്പോൾ ഒരാളോട് നാം എങ്ങനെയാണോ പറയുന്നത് അതേ പ്രകാരം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ട നമ്മൾ എന്താ പറയാ? അസ്സലാമു അലൈക്കും. അതുപോലെ മരണപ്പെട്ടവരോട് എങ്ങനെ സലാം പറയണമെന്നാ പറഞ്ഞത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളോട് എപ്രകാരമാണോ സലാം പറയേണ്ടത് അപ്രകാരം തന്നെ മരണപ്പെട്ടവരോടും സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്. ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. ആരാ പറയണ? ഞങ്ങളെ നേതാവല്ല, നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിമാ പറയുന്നത്. ഈ സംഭാഷണം തിരിയുന്ന ആളോടും കേൾക്കുന്ന ആളോടുള്ള സംഭാഷണമാണല്ലോ. വലൗലാ ദാലിക, അങ്ങനെ കേൾക്കുകയും തിരിയുകയും ഇല്ലെങ്കിൽ
ലകാന ഹാദൽ ഖിതാബു ബിമൻസിലത്തി ഖിതാബിൽ മഅദൂമി വൽ ജമാദി. ലോകത്തില്ലാത്ത ഒരാളോട് സംസാരിച്ചതുപോലെ, അല്ലെ ജീവനില്ലാത്ത ഈ തൂണിനോട് സംസാരിച്ചതുപോലെ ആകണ്ടേ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്നത്. അതുകൊണ്ട് മരിച്ച ആളുകൾ കേൾക്കുമെന്ന് എന്നതിന് ഹദീസിൽ ഇന്നഹും ലയസ്മഊന ഖർഅനിയാലിഹിം എന്ന ബുഖാരി ഉദ്ധരിച്ച ഹദീസും തെളിവാണ്. അവർക്ക് സലാം പറയാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ച ഹദീസും തെളിവാണ്. മാത്രമല്ല വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, പൂർവീകരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഐക്യമുള്ള വിഷയമാണ്, ഏകോപിച്ച വിഷയമാണ് മരണപ്പെട്ടവർ കേൾക്കുമെന്നത് എന്ന് ഇബ്നു ഖയ്യിം തന്റെ കിതാബ് റൂഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇമാമികൾ മുഴുവനും അവിടെ തഫ്സീറുകളിൽ പറഞ്ഞതാണ്. പിന്നെന്താ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞാൽ, അവിടെ മൗത്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല, മരണപ്പെട്ട ആളുകളോട് ഹൃദയം മരിച്ച ആളുകളെ അല്ലാഹു തആല താരതമ്യം ചെയ്തതാണ്. അപ്പൊ സാധാരണ ചില വാപ്പാരൊക്കെ പറയലുണ്ട്, ഓൻ പറഞ്ഞാ കേൾക്കൂല. ഇത് കേട്ടൊരു മുജാഹിദ് മനസ്സിലാക്കി ഇയാളെ കാതിനെന്തോ തകരാറ് വെച്ചിരിക്കണ് എന്ന് മനസ്സിലാക്കി ഈ കുട്ടിനേറ്റാരോ ഹോസ്പിറ്റലിക്ക് പോവോ, ഓൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന് വാപ്പ മകനെ കുറിച്ച്. അപ്പൊ ഇത് കേട്ടൊരു മുജാഹിദ് ഇപ്പൊ എന്താ ചെയ്യണ്? അത് ശരി, ഓന്റെ കേൾവി ശക്തി ഇല്ല, എന്നാലൊക്കെ എടുത്ത് കൊണ്ടുപോയി ഞാൻ ആരോ പറയും. ഓ പറഞ്ഞാൽ കേൾക്കൂലെന്നതിന്റെ അർത്ഥം എന്താ? പറഞ്ഞാൽ സ്വീകരിക്കൂലാന്നാ. ഇത് ചെയ്യാത്ത ആരോ ഉണ്ടാവോ? ഇതുപോലുള്ള ശൈലി വിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് ഇന്നക ലാ തുസ്മിഉൽ മൗത. യഥാർത്ഥ മരണപ്പെട്ടവർ കേൾക്കുന്നതുമായി യാതൊരു ബന്ധവും മൗലവി സാഹിബ് ഉദ്ധരിച്ച 2 ആയത്തുകൾക്കും ഇല്ല എന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു എന്നാണ് അതിന്റെ മറുപടി. ഹൃദയം മരിച്ചവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരിച്ച ആളുകളോടാണ് ഹൃദയം മരിച്ചവരെ ഉപമപ്പെടുത്തിയിട്ടുള്ളത്. ഓ ശരി. അപ്പോ യഥാർത്ഥത്തിൽ മരിച്ച ആളുകൾ ഏതായാലും കേൾക്കില്ല എന്നതുപോലെ തന്നെ ഹൃദയം മരിച്ചവരും കേൾക്കില്ല എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒന്ന്. അതിനു പുറമെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സലാം പറയുന്നത് പോലെ മരിച്ചവരോട് സലാം പറയുന്നു എന്ന് നാം ഒരുപോലെ തുല്യതപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ സാധാരണ പറയാറുള്ളതാണ് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞതുപോലെ എന്ന്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളോടുള്ള ആഭിമുഖ്യമല്ല മരിച്ച ആളോടുള്ളത്. അദ്ദേഹത്തിന് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തിന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് നാം തന്നെ പറയുന്നത് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെ. ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നാം ഇങ്ങനെ പറയുന്നുണ്ടോ? ശരിക്കും ഖബറിലുള്ള ആളുകൾക്ക് കഴിഞ്ഞോ? ഇല്ല. ഒരു മൊബൈൽ ഫോൺ നൽകിയാൽ അവർക്ക് ഇങ്ങോട്ട് ഈ സന്നിധഘട്ടത്തിൽ അവർക്കൊന്ന് മിസ്സടിച്ചുകൂടെ? ഓ ശരി. എങ്കിൽ നമുക്ക് അതിന് വേണ്ട പ്രതികരിക്കാമല്ലോ. അതെ, പ്രതികരിക്കും. ഒന്ന് എണീറ്റിട്ട് ചോദിച്ചാൽ നിങ്ങൾ ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ അല്ല സൗകര്യം ഉണ്ടെങ്കിലും തങ്ങൾ കേൾപ്പിക്കുകയില്ല. അതുപോലെ തന്നെ ബധിരരായിരിക്കുന്ന ആളുകളെയും തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഇതാ വല്ലോ മുതുബിരീൻ, അവർ പിന്തിരിഞ്ഞോടിയാൽ. അപ്പൊ പിന്തിരിഞ്ഞോടിയാന് ശേഷമുണ്ട് മരിച്ചവരിഞ്ഞ് കബറിന് ഓടലുണ്ടോന്ന് നമുക്കറിയില്ല. കേൾക്കൂലെന്നറിയുന്ന ആളുകൾ ഓടുന്നു പറയോ അത് നമുക്കറിയില്ല. എന്തോ ആകട്ടെ, ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മരിച്ചവരല്ല എന്നതിന്റെ തെളിവാണ് ഇതാ വല്ലോ മുതുബിരീൻ. അപ്പൊ പിന്നെ അവിടെ എന്താണ് തശ്ബീഹ്? ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ ചിലരെ കുറിച്ച് അയാൾ നരിയാണെന്ന് അറിയാം. അയാൾ നരിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ധീരതല്ല ഒരാളാണ്. ധീരതയുടെ വിഷയത്തിൽ ഒരു നരിയെ പോലെയാണ് അയാള്. ഇങ്ങനെ പറയണമെങ്കിൽ എന്താകണം? മൗലവി പറഞ്ഞത് ശരിയാണ്, ശരിയുള്ള നമ്മൾ അംഗീകരിക്കുള്ളൂ. മൗലവി പറഞ്ഞത് ധീരതയുള്ള ഒരാളെ കുറിച്ച് ഇയാൾ നരിയാന്ന് പറയണമെങ്കിൽ ഇയാളിനേക്കാൾ കൂടുതൽ ധീരത നരിക്കാകണം, എന്നാലേ നരിയാണെന്ന് പറയും. അതേ സമയത്ത് ഇയാളെക്കുറിച്ച് നരിനെ കുറിച്ച് തിരിച്ചേത് അയാളൊരു അദ്ദുറുവാണെന്ന് പറയലില്ല. കാരണം ഏത് വിഷയത്തിലാണോ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നത് ആ വിഷയം കൂടുതൽ ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തിയ അതിലാണ് വേണ്ടത്. ഉദാഹരണം, ഒരു വ്യക്തിയെ നരിയോട് നാം സാദൃശ്യപ്പെടുത്തുമ്പോൾ ധീരത എന്ന വിഷയം നരിയിലാണ് കൂടുതൽ വേണ്ടത്. അല്ലേ? ഇയാൾ നരിയാന്ന് പറഞ്ഞാൽ അപ്പൊ അതേപോലെ ഇവിടെ ഹൃദയം മരിച്ച അബൂജാഹിലിനെയും മറ്റും യഥാർത്ഥത്തിൽ സാദൃശ്യപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തികളോടാണ്. അതുകൊണ്ട് കേൾക്കൂല എന്നുള്ളത് മരിച്ചവരിലാണല്ലോ കൂടുതലുള്ളത് എന്നാണ് ഇയാളെ ചോദ്യം പ്രസക്തമാണ്, മറുപടിയും പ്രസക്തമാണ്.
അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്ബീഹാക്കിയത്, സാദൃശ്യപ്പെടുത്തിയത് കാഫിറുകളെയാണ്. കാഫിറുകളെ സാദൃശ്യപ്പെടുത്തി ആരോട്? മരണപ്പെട്ട കാഫിറുകളോടാ സാദൃശ്യപ്പെടുത്തിയത്. അവിടെ മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും കാഫിറുകളാകുന്നു, സത്യവിശ്വാസികളല്ല. എന്താണ് അതിന് തെളിവ്? അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സവാഅം മഹ്യാഉം വമമാതുഹും, സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും സമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സത്യവിശ്വാസികളായ ആളുകളെ ഒരിക്കലും കുഫാറിനെ അല്ലാഹു തആല സാദൃശ്യപ്പെടുത്തുകയില്ല. മാത്രവുമല്ല, മൗലവി ഓതിയ ആയത്തിന്റെ ബാക്കി തന്നെ നമ്മുടെ ആയത്തുകളോട് വിശ്വസിക്കുന്ന ആളുകളെ കേൾപ്പിക്കുമെന്നാണ് ആ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ സാദൃശ്യമാക്കപ്പെട്ടവരും ആരോടാണ് സാദൃശ്യമാക്കിയത് അവരും കുഫാറുകളാണ്, വിശ്വാസികൾ അല്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ അവർ ഹിദായത്ത് ലഭിക്കൂല എന്ന് നമുക്ക് പെട്ടെന്ന് ബാഹ്യമായി പറയാൻ പറ്റില്ല. അതേ സമയത്ത് ഇനി ഒരിക്കലും ഹിദായത്ത് ലഭിക്കൂല എന്ന് ഉറപ്പായി അവിടെ മരണപ്പെട്ടതിന് ശേഷം. കാരണം മരണപ്പെട്ടതിന് ശേഷം ഇനി ഒരിക്കലും വിശ്വസിക്കൂല, ആ വിശ്വാസം വിശ്വസിക്കാനുള്ള സാഹചര്യമില്ല. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ബാഹ്യമായിട്ട് അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ കേൾക്കുകയില്ല, ഈമാൻ സ്വീകരിക്കുകയില്ല എന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതലുള്ളത് മരണപ്പെട്ടവരിലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് സാദൃശ്യപ്പെടുത്തിയത്. അപ്പൊ മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും കുഫാറുകളാണ്, സത്യവിശ്വാസികളല്ല. ജീവിച്ചിരിക്കുന്ന കാഫിറുകളിൽ ലാഹിറായിട്ട് വിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മരിച്ചവരിൽ അത് തീരെയില്ലാതെ ആയതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ള വിഷയം കൂടുതൽ മരണപ്പെട്ടവരിലാണുള്ളത്. അതുകൊണ്ടാണ് അവരോട് തശ്ബീഹാക്കിയത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. പിന്നെ രണ്ടാമത്തത്, മരണപ്പെട്ടവർ കേൾക്കുകയാണെങ്കിൽ ഒരു മൊബൈലാണ് വെച്ചു കൊടുത്താൽ പോരെ. എന്നാല് പുലല്ല മിസ്സും ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ, ഈ മലക്കുകളെ ചോദ്യം നടക്കുമ്പോഴേ അവിടെ ഒരു ഫോൺ വെച്ചു കൊടുത്താക്കി, ഫോണ് വെച്ചിട്ട് കേൾക്കുന്നുണ്ടോ നോക്കുക. കേൾക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഖബറിന് ചോദ്യമില്ല നിങ്ങൾ തീരുമാനിക്കും. എന്ത് ചെയ്താൽ മൻ റബ്ബുക വമൻ നബിയുക എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ സ്വഹീഹ ഹദീസിലുണ്ടല്ലോ. അപ്പൊ എപ്പോഴാണ് ചോദിക്കുക? മരണപ്പെട്ട ഉടനെ തന്നെ അസ്ഹാബ് തിരിഞ്ഞു പോകുന്ന സമയത്തുണ്ട് മലക്കുകൾ വരുന്ന. അപ്പൊ ഒരു മൊബൈൽ ഫോൺ വെക്കുക. അപ്പൊ റേഞ്ചില്ല, ഖബറിന്റെ ഉള്ളിൽ റേഞ്ച് കിട്ടൂല എന്നാ മറ്റേ ഫോൺ വെച്ചാൽ എന്നിട്ട് ആ സംഭാഷണം ഒന്ന് കേൾക്കട്ടെ. ഞാനവേ കേൾക്കുന്നില്ല നിൽക്കുക. അതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ? മാത്രവുമല്ല, മരണപ്പെട്ടവരുടെ ലോകം അത് ആത്മാക്കളുടെ ലോകമാണ്. ആത്മാക്കൾക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല. ആത്മാക്കൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മിസ്സടിക്കണേ എങ്ങനെ അടിക്കുക? ഇയാള് പറയുന്നുണ്ട്, മരിച്ചുപോയ വ്യക്തി ഒരാളുടെ വീട്ടിൽ പൂച്ച ചത്ത സംഭവം വരെ പറഞ്ഞു കൊടുത്തത് ഈ കിതാബിൽ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? ഒരാളെ മരണപ്പെട്ടുപോയി, പിറ്റേ ദിവസം അയാളെ വീട്ടിലെ പൂച്ച ചത്ത. ഈ ചത്ത ദിവസം ഈ പൂച്ച ചത്ത കാര്യം അദ്ദേഹം സ്വപ്നത്തിലൂടെ എന്നാണ് ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടി പറഞ്ഞ വിവരം ഇതേ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയതായി കാണാം എന്ന് രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. മൊബൈൽ ഫോൺ നമുക്കൊന്ന് വെച്ച് പരിശോധിച്ച് നോക്കാം. ആയിക്കോട്ടെ, തീരുമാനിക്കാം. ആയിക്കോട്ടെ, കേൾക്കുമല്ലേ നോക്കാം. എന്നിട്ട് ഇല്ലെങ്കിൽ തീരുമാനിക്കും. നാളെ മരണപ്പെട്ടാൽ നോക്കാം നമുക്ക്. ആയിക്കോട്ടെ, നോക്കാം. നിങ്ങൾ പരിശോധിച്ചു. ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് അപ്പം അല്ല, അത് അങ്ങനെ നോക്കാം. പക്ഷേ ആത്മാക്കൾ ഇങ്ങോട്ട് മിസ്സിടുന്നു ഇബ്നുൽ ഖയ്യിം ഇതിൽ പറഞ്ഞു. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ? ഏത്? അല്ല, മൊബൈൽ ഫോണിലാണ് അല്ലാതെ പറയുന്നത്. ഈ പറഞ്ഞത് മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ പരിശോധിക്കാന്ന് വെച്ചു. മൊബൈൽ ഫോണിൽ അല്ലാതെ പറയുമെന്ന് ഈ കിതാബ് പറഞ്ഞിട്ട് പൂച്ച ചത്ത കാര്യം പറഞ്ഞത്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അതെനിക്ക് പൂർണ്ണമായി പഠിച്ചിട്ടേ പറയാൻ പറ്റും. ഞാൻ ആ കിതാബ് ഇതിലുണ്ട്. ഇപ്പൊ വന്നു നോക്കോളിതാ, ഇതിലുണ്ട്. ഇപ്പൊ വന്നു നോക്കാം. എനിക്ക് ആ കിതാബ് നോക്കണം. നോക്കോളി. എനിക്ക് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും. അതേ പരിശോധിച്ചോളി. പിന്നീട് ഇപ്പോ സമയം ആയിക്കോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് ആരും ശബ്ദം ഉണ്ടാക്കി നിങ്ങളെ വാദം സ്ഥിരപ്പെടുന്നില്ല. നിങ്ങൾ തക്ബീർ ചൊല്ലുകൊണ്ട് ഇവിടെ വിജയിക്കൂല. അതെ, ശരിയാണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്താ? മലക്കുകൾ വരുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ മലക്കുകൾക്ക്. എങ്കിൽ നിരുപാധികം അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. മലക്കുകൾ വരുന്ന സമയത്തും സ്വാഭാവികമായ ചില കാര്യങ്ങളിലൊക്കെ അവർ ജീവിച്ചിരിക്കുന്നവരാണ്.
നിരുപാധികമായി ഏതു സമയത്തും അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അത് പറ്റുന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് സലാം പറയാൻ പറഞ്ഞത്. മലക്കൾ വരുമ്പോ മാത്രം സലാം പറയല്. പള്ളിക്കാട്ടിൽ ചെല്ലുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും സലാം പറയുമ്പോ അവർ ജീവിച്ചിരിക്കണമെന്ന് എവിടെ പറഞ്ഞു? ആണെന്നാ ഇയാള് പറഞ്ഞതേ. ജീവിച്ചിരിക്കുന്നെന്ന് എവിടെ പറഞ്ഞു? കേൾക്കുന്നു. ജീവിച്ചിരിക്കണോലല്ലേ കേൾക്കുള്ളൂ. വെച്ചോലെങ്ങനെ കേൾക്കണം? കേൾക്കുന്ന എവിടെയുള്ള ആയത്തിനുണ്ടോ, ഹദീസിനുണ്ടോ? ഉണ്ട്. ഇതിൽ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ വായിച്ചല്ലോ. ഏതായത്താണത് ഉദ്ധരിക്കുന്നത്? അന്നൽ മയ്യിത്ത യസ്മഉ ഖർഅനിയാലിൽ മുശയ്യിഈന ലഹു. ഒന്ന്, അതാദ്യം തെളിവ് പറഞ്ഞു. പിന്നെ പറയുന്നു വഖദ് ശറഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തിഹി, ഉമ്മത്തിന് റസൂൽ നിയമമാക്കിയിട്ടുണ്ട്. ഒക്കെ ഹദീസിലുള്ള ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂരി, ഖബർവാസികൾക്ക് സലാം പറഞ്ഞാൽ അൻ യുസല്ലിമു അലൈഹിം, അവർക്ക് സലാം പറയണം. സലാമ മൻ യുഖാതിബൂനഹു, അഭിമുഖമായിട്ട് പറയുന്ന സലാമാ പറയേണ്ടത്. അതിപ്പോ ഈ ഖബറിൽ ചോദിക്കുമ്പോൾ മാത്രമല്ലല്ലോ സലാം പറയല്. എന്ന് എത്ര കാലം കഴിഞ്ഞിട്ട് ഖബർ ഖാനിയിലേക്ക് ചെന്നാലും സലാം പറയൽ സുന്നത്താ. എന്നിട്ട് പറയുന്നു വഹാദാ ഖിതാബുൻ ലിമൻ യസ്മഉ വയഅഖിലു, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളോടുള്ള ഖിതാബാണ്, അഭിമുഖമാണ്. വലൗലാ ദാലിക, അവർ കേൾക്കൂല മനസ്സിലാക്കൂല എങ്കിൽ ലകാന ഹാദൽ ഖിതാബു ബിമൻസിലത്തി ഖിതാബിൽ മഅദൂമി വൽ ജമാദി, ജമാദാകുന്ന ഈ തൂണിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മാതിരിയായി. അപ്പൊ ഈ സലാം പറയല് ഈ ചോദ്യം ചോദിക്കണവർക്ക് മാത്രം എല്ലാ കാലത്തും സലാം പറയൽ സുന്നത്ത്. അപ്പോഴൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രവുമല്ല മരണം കൊണ്ട് ഭൗതിക ശരീരവുമായി വേർപിടിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആത്മാവ് മരിക്കുന്നില്ല. മരണത്തോടുകൂടെ ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ശരീരവുമായി ആത്മാവ് വേർപിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. ആ ആത്മാവിന് ഈ ഖബറുമായിട്ട് ബന്ധമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയയിലും അതുപോലെ തന്നെ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഹാവീലുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് മരണത്തോടുകൂടെ, മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികമായ ശരീരം അവരുടെ ആത്മാവുമായി വേർപിടുക എന്നതാണ് മരണം. ആത്മാവിന് മരണമില്ല എന്ന് ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഈ ആത്മാവാണ് കേൾക്കുന്നതും അതുപോലെ ആത്മാവാണ് അറിയുന്നതും. ആ ആത്മാവിന് ഈ ഖബറുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ ശുഹദാക്കളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു അവർക്ക് ഭക്ഷണം നൽകപ്പെടും എന്ന് ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റുള്ളവരെ കുറിച്ചും അവർ കേൾക്കുമെന്ന് വ്യക്തമായ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് മരണത്തോടുകൂടെ ആത്മാവ് മരിക്കുന്നില്ല, ശരീരവുമായി ആത്മാവ് വേർപിടലാണ് മരണം. ഇക്കാര്യം മഹാനായ ഇമാം ഗസാലി അതുപോലെ തന്നെ ഇമാം ബൈലാവി തുടങ്ങി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അല്ല അയാൾ ചോദിക്കുന്നതിന് മുമ്പ് ഇയാൾ ഇപ്പം അയാൾ കഴിഞ്ഞു. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് നശിക്കുന്നാണോ നിങ്ങളെ വിശ്വാസം? ആത്മാവ് പൂർണ്ണമായി നശിക്കില്ല. കുറച്ചുണ്ടാവും. ഈ പൂർണ്ണമായി നശിക്കുക. അതുകൊണ്ടാണ് സലാം പറഞ്ഞാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ എന്നല്ല ഹദീസിലുണ്ട്. നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഹദീസിലുണ്ടോ? അതല്ല നിങ്ങളെ വാദം മൗലവി സാലിബ കുല്യ ഒന്നും കേൾക്കൂല എന്നുള്ള വാദം പൊളിക്കാന് സ്ഥിരപ്പെടുത്തിയാൽ മതി. ഒന്നും കേൾക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. മലക്ക് വന്നാൽ കേൾക്കും, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. സലാം പറഞ്ഞാലും കേൾക്കും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നത് തെളിവ്? അതെവിടെ ഏതായത്തിൽ പറഞ്ഞു? ഏത് ഹദീസ്? സലാം പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിനായി ഞങ്ങൾ തള്ളുന്ന ഹദീസല്ലല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നതന്നെ. അപ്പൊ പുറത്തുനിന്ന് പറഞ്ഞാൽ കേൾക്കും, സലാം പറഞ്ഞാൽ കേൾക്കും. അതേസമയം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുള്ളതിന് വ്യക്തമായ ഹദീസില്ല, തെളിവില്ല. ഇല്ല. അതിന് വ്യക്തമായ തെളിവ് ഉദ്ധരിക്കണം. വ്യക്തമായ തെളിവുണ്ട്, ഉദ്ധരിക്കണം. ഈ ആയത്തില് ഇന്നത് പറഞ്ഞിട്ടില്ല. സലാം പറഞ്ഞാല് അല്ലാത്തത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ല. ഏത് പറഞ്ഞാലും കേൾക്കുന്നതാണ് ആയത്തില്ല. ഇന്തുസ്മിയു, തീർച്ചയായും തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഇല്ലാമയൂമിനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ മാത്രമേ കേൾപ്പിക്കൂ. അവിടെ സലാം പറഞ്ഞാലേ കേൾക്കൂ, അല്ലാത്ത പറഞ്ഞാലൊന്നും കേൾക്കൂല എന്ന് നിങ്ങൾ കൂട്ടിയതാ. ഖുർആനിലേ ഇല്ല. ഏത് മുഫസ്സിർ പറഞ്ഞോടെ സലാം പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ, അല്ലാത്ത കേൾക്കൂല? ഇങ്ങനെ എല്ലാം കേൾക്കുമെങ്കിൽ പിന്നെ സലാമിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് സുന്നത്തായ ഒരു കാര്യമാണ്, പ്രത്യേകമുള്ള സുന്നത്ത്. എല്ലാ കാര്യം കേൾക്കെങ്കിലും പിന്നെ എന്തിനാ ഈ സലാമിനെ എടുത്ത് പറഞ്ഞത്? എനിക്ക് കേൾക്കുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞോണമെന്നുണ്ടോ? ഇത് പ്രത്യേകം പറയേണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞു. വ്യാഖ്യാനം ആവശ്യമാണ് ആ കാര്യത്തിൽ. വ്യാഖ്യാനം ആവശ്യമാണ്. എന്ത് വ്യാഖ്യാനം? വ്യക്തമായി നമുക്ക് അതിന് എല്ലാ കാര്യത്തിലേക്കും പിന്നെ ആയത്തിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. മുഫസ്സിറുകൾ ആരെങ്കിലും പറയണം. മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അത് എമ്മാണ്, നിദാനശാസ്ത്രം പഠിക്കണം. ഈ ആയത്തിന്റെ
വിശദീകരിച്ച് ആരാ പറഞ്ഞിട്ടുള്ളത്? എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു മുഫസ്സിറിന്റെ പേര് അതാ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. നാ ഉദ്ധരണി വായിക്കണം. ഇമാം റാസി ഉദ്ധരിച്ചു. ഇമാം റാസി അതിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കേൾക്കൂല എന്ന് പറഞ്ഞത് ഹൃദയം മരിച്ചതായ ആളുകളെയാണെന്നും ഇവിടെ കേൾക്കുമെന്ന് പറഞ്ഞത് മറ്റേ സത്യവിശ്വാസികളെയാണെന്നും വിശദീകരിച്ചിട്ട് അവിടെ ഇന്നത് കേൾക്കുമെന്ന് പറയാത്തത് കൊണ്ട് എല്ലാം പെടുമെന്ന് പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസിയിലുണ്ട്, മറ്റു തഫ്സീറുകളിലുമുണ്ട്. എങ്കിലും അത് പഠനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാതെ ആരെങ്കിലും തരാൻ പറഞ്ഞത്. അതേസമയം ഈ റാസി ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ധരിച്ചാണ്, ആ ഉദ്ധരണി ഞാൻ കണ്ടിട്ടില്ല. ഉദ്ധരണിന്റെ കിതാബ് ഒക്കെ എന്നാലേ കാണുള്ളൂ. റാസി പറയുന്ന പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കോ? എല്ലാ വിഷയവും റാസി പറയുന്ന മുഴുവൻ നിങ്ങൾ അംഗീകരിക്കും? എല്ലാ വിഷയം. എങ്കിൽ ഞങ്ങൾക്ക് അത് പഠനം നടത്തണം. പഠനം നടത്തിയിട്ട് ഞങ്ങൾക്ക് ആ കാര്യം തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ എല്ലാ തഫ്സീറും ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കില്ല. എന്താണ് ആ തഫ്സീർ അംഗീകരിക്കാതെ? പൂർണ്ണമായിട്ട് നിങ്ങൾ ഒന്നും അംഗീകരിക്കൂല. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദായത്. അന്ധമായി വിശ്വസിക്കുന്നത് നിങ്ങളാണ്. ഖുർആനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ലേ? അല്ലെ ഇന്നക്കലാ തുസ്മിയും നോത്താണ് ചക്കരി ഹിന്ദുസ്മി ഇല്ലാമയൂമിനും ആയത്തിനാണ് കൊപ്പരി ആയതിപ്പന്റെ രണ്ടും ഒരു ആയത്തിൽ തന്നെ പറഞ്ഞു. ഒന്നും ഇവർക്ക് ചക്കര, മറ്റേ കൊപ്പരി. അല്ലേ ഇപ്പൊ എങ്ങനെയായത്? അത് ഞാൻ വിശദീകരിച്ചില്ല. അതിന്റെ ഉദ്ദേശം എന്ത് വിശദീകരിച്ചു? നിങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും. ഈ ആൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലായി? അത് നിരുപാധികമല്ല സ്വാഭാവികമാണ്. നിരുപാധികമല്ല സ്വാഭാവികമാണ് എന്ന്. ഏത് സ്വാഭാവികമാണ്? സലാം പറയുന്ന അത്തരം അവസ്ഥയിലെ അവർ കേൾക്കുള്ളൂ, അല്ലാത്ത നേരത്തെ അവർ കേൾക്കണമെന്നില്ല. അതെ, അത് നിങ്ങളെ വായിക്കുന്നതാണ്. ഹിന്ദുസ്മിയോ എന്ന് പറഞ്ഞാൽ തീർച്ചയാ തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഇല്ലാമയൂമിനുബിയായാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ അല്ലാതെ കേൾപ്പിക്കുകയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇന്നക്കലാ തുസ്മിയുൽ മൗത്താന്ന് പറഞ്ഞാൽ സലാം കേൾപ്പിക്കൂല എന്നാണോ അതിന്റെ അർത്ഥം? എന്നാലേ ഇവിടെ സലാമ് കേൾപ്പിക്കൂന്ന് വരുള്ളൂ. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ ഒന്നും കേൾപ്പിക്കൂല എന്നാ അവര് അംഗീകരിക്കുകയില്ല. ഇവരെല്ലാം അംഗീകരിക്കും. തെൽക്കീൻ ചൊല്ലിക്കൊടുത്തിയാലും അംഗീകരിക്കും. അതിനാണ് തെൽക്കീൻ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തെൽക്കീൻ എന്ന സലാമല്ലല്ലോ. അതിൽ തന്നെ പറയുന്നുണ്ട് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണമെന്നും അത് ഇതുവരെ കഴിഞ്ഞുപോയ സത്യവിശ്വാസികളുടെ പ്രവർത്തനമാണെന്നും ഇബ്നുൽ ഖയ്യിം ഈ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെൽക്കീൻ എന്ന സലാമാ? തെൽക്കീൻ എന്ന സലാമാണോ? നിങ്ങൾ സലാം മാത്രമേ കേൾക്കുന്നില്ല പോലെ അതല്ലാത്ത ഏതെങ്കിലും ഒന്ന് കേൾക്കുന്നു ഞങ്ങൾ സമർപ്പിച്ചാൽ മതി. അതാ പറഞ്ഞത് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. ആ തെൽക്കീന് മയ്യത്ത് കേൾക്കും, മയ്യത്തിനത് ഉപകാരം ചെയ്യും എന്ന് ഈ ഗ്രന്ഥം കിതാബുർ റൂഹിൽ നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സലാം മാത്രമേ കേൾക്കൂ ഞങ്ങൾ പറഞ്ഞു. അത് പൊളിയാൻ വേറൊന്നും കൂടി കേൾക്കുന്നു പറഞ്ഞാൽ മതി. അതാണ് തെൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ അത് കേൾക്കുന്നു. എപ്പോ വേണമെങ്കിൽ വന്നു നോക്കോളൂ. ഇനി കിതാബ് പരിശോധിക്കാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇതാദ്യം ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കോളൂ. വരി ഇതാ കേട്ടോളി. ഈ വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് വരാനേ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. എന്താ കേട്ടോളി. വയദുല്ലു അലാ ഹാദാ, മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവാണ് അയലൻ മുമ്പ് പറഞ്ഞതിന് പുറമെ മാജറ അലൈഹി അമലുന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനം നടന്നു വന്ന ഒന്ന് ഇന്ന് നടന്നു വന്ന ഒരു കാര്യം കദീമൻ പണ്ടും വൈലല്ലാൻ ഇതുവരെയും. എന്താണത്? മിൻ തൽഖീനിൽ മയ്യിത്തി, മയ്യത്തിന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക. ഫീ ഖബരിഹി, ഖബറിലേക്ക് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കല്ലോ. ഇപ്പൊ സലാം പറയലല്ലോ, ഒരു സലാം മാത്രമേ കേൾക്കുള്ളൂ എന്നാണ്. അപ്പൊ അല്ലാത്ത കേൾക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലൗലാ അന്നഹു യസ്മഉ ദാലിക, മയ്യിത്ത് കേൾക്കില്ല എങ്കിൽ വയന്തഫിഉ ബിഹി, അതുകൊണ്ട് മയ്യിത്തിന് പ്രയോജനവും കിട്ടില്ല എങ്കിൽ ലം യകുൻ ഫീഹി ഫായിദത്തുൻ, ഈ ലോക മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് ഒരു ഫായിദ ഉണ്ടാവില്ല. വകാന അബസൻ, ഒരു വെറും പണിയോ. ഈ തൂണിനോട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ പണി എന്നല്ല, ഭ്രാന്ത് എന്നതിന് പറയാം. അതുപോലെ ഭ്രാന്തായി മാറും. വഖദ് സുഇലാനുൽ ഇമാം അഹ്മദ് റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് തങ്ങളോട് അതേപറ്റി ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമാണെന്ന് പറയുകയും അമൽ, ഇതുവരെ ലോക മുസ്ലിങ്ങൾ ചെയ്തു വന്ന ആ അമൽ അതിന്റെ പ്രമാണമാണ് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് മൗലവിയുടെ പറഞ്ഞ സലാം പറയുന്നത് മാത്രമേ കേൾക്കുന്ന, ആ മാത്രം പൊളിക്കാൻ വേറൊന്നും കേൾക്കുന്നു സമർത്ഥിച്ചാൽ മതി. അത് നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിൽ പറഞ്ഞത് അമ്മും ആണ്. ഗതിയിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇതയാള് പറയട്ടെ, അയാളെ ചോദിക്കും. ഇതിലങ്ങനെയല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ?
അത് ഖുർആനും ഹദീസും അല്ല. ഏ? അത് ഇബ്നു ഖയ്യിമിന്റെ ഒരു ഗ്രന്ഥമല്ലേ. നിങ്ങളെ നേതാവാണ്. ഞങ്ങളുടെ നേതാവ് അല്ല, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചാൽ പോരാ, എന്റെ ബാക്കി ഞങ്ങളെ നേതാക്കന്മാരുടെ ഉദ്ധരിക്കണം എന്നാ. അതാ ഉദ്ദേശിച്ച്. ഇബ്നുൽ ഖയ്യിം ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഇബ്നുൽ ഖയ്യിം അതെ, കൊടുങ്ങിനോടത്ത് അംഗീകരിക്കൂല, അല്ലോടത്ത് അംഗീകരിക്കും. അതെന്നെ മുജാഹിദ്. അതാ നേരത്തെ ഇവിടെ പറഞ്ഞത്. അത് നിങ്ങളും ഷാഫി ഇമാമിന് എല്ലാ വിഷയത്തിലും അംഗീകരിക്കുന്നു. അംഗീകരിക്കാതെ ഞങ്ങൾ എല്ലാ വിഷയത്തിലും അംഗീകരിക്കും. അദ്ദേഹത്തിന്റെ മുൻകാല അഭിപ്രായങ്ങളെ നിങ്ങൾ തള്ളുകയും പിൻകാലത്ത് വന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത്. അത് ഇപ്പൊ ഏതാ ഷാഫിമാവിന്റെ അഭിപ്രായം? ആദ്യത്തോ പിന്നത്തോ? നിങ്ങൾ പറയുന്നത് നിങ്ങൾ അവസാനത്തെ അഭിപ്രായം നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഷാഫിമാവിന്റെ അഭിപ്രായത്തെ ഏതാ ഉദ്ധരിക്കുക? ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട് ജദീദായ അഭിപ്രായങ്ങളാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഷാഫിമാവിന്റെ അഭിപ്രായം ഇതാ, മറ്റതല്ല. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഞങ്ങൾ ഇബ്നു ഖയ്യിമിനെ അംഗീകരിക്കും. ആയത്ത് ഹദീസിന് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഹദീസല്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്. ഏത്? ഇന്നഹു ലയസ്മഉ ഖുർആനി ആലിൽ മുശയ്യിഈൻ, അത് ഹദീസാണ്. അതുപോലെ തന്നെ സലാം പറയണം എന്നുള്ളത് ഹദീസാണ്. ഹദീസുകളുടെയും ലോക മുസ്ലിങ്ങളുടെ അമലി എന്നുള്ളത് വേറെ തെളിവാ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ പറഞ്ഞത്. തെളിവ് പറഞ്ഞാൽ വെറും ഖുർആനും സുന്നത്തും അല്ല. നിങ്ങളെന്നെ വ്യവസ്ഥ ചെയ്തുമ്പോൾ പറയേണ്ടല്ലോ തെളിവേതാ? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. നീ ഇജ്മാഅ് എന്ന് പറഞ്ഞ തെളിവല്ലേ? ഇജ്മാഅ് ഇവിടെ പറഞ്ഞത് അമലിയായ ഇജ്മാഅ്. നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥ ചെയ്യുമ്പോ പറഞ്ഞാൽ മതിയോ? തെളിവേതാ? ഒന്ന് ഖുർആന്, രണ്ടാമത്തെ സുന്നത്ത്, മൂന്നാമത്തെ ഇജ്മാഅ്, നാലാമത്തെ ഖിയാസ്. അപ്പൊ ഇജ്മാഅിനുള്ള തെളിവാ ഇബ്നുൽ ഖയ്യിം ഇവിടെ പറഞ്ഞത്. അപ്പൊ ഖുർആനുണ്ട്, ഇൻതുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ, ഖുർആനുണ്ട്. രണ്ടാമത്തത് ഹദീസുണ്ട്. മൂന്നാമത്തത് ഇജ്മാഉം ഉണ്ട്. മരിച്ചവർ കേൾക്കും എന്നതിന്, അതവർക്ക് ഉപകാരം കിട്ടും എന്നതിന്. പക്ഷെ ആർക്ക്? സത്യവിശ്വാസികൾക്ക്, സത്യനിഷേധികൾക്ക് അല്ല. അപ്പൊ ഇജ്മാഅ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ പ്രമാണമാണോ അല്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നല്ല, അല്ലെങ്കിൽ ഇല്ല എന്നല്ല. രണ്ടാലൊന്ന്, മൂന്നാമത്തെ വർത്താനം അവിടെ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കോടതിയാണിത്. എന്തുണ്ട്? ഇജ്മാഅ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിലും. ഇജ്മാഅ് ഒരു വിഷയത്തിൽ ഇജ്മാഅ് സ്വീകരിക്കുന്നു, മറ്റേ സ്വീകരിക്കുക, അങ്ങനെയല്ല. ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രമാണം. ഇജ്മാഅ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഉണ്ടോ? എന്നാ അതാ പറഞ്ഞതേ, മരിച്ചവർ കേൾക്കുന്നുള്ളതിന് ഇജ്മാഅ് ഉണ്ട് നദീ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം ഒറ്റയ്ക്ക് പറഞ്ഞാണ്. ഒറ്റക്കല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, നിങ്ങളല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓലൊക്കെ പറഞ്ഞു ഇജ്മാഅ് ഉണ്ടായ നിങ്ങൾ ഇല്ലാറുണ്ട് ഇപ്പൊ ഇല്ലാതെയാവും. ഇവിടെ കഴിഞ്ഞു പോയ കഥയാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ ഇല്ലാറുകൊണ്ട് ഇല്ലാതെയാവില്ല. ലോകത്ത് നടന്ന ചരിത്രമാണ്. ചരിത്രങ്ങളിൽ യാഥാർത്ഥ്യം അല്ലാത്തതുണ്ടാകാം. ഏത് തെറ്റുള്ളത് യാഥാർത്ഥ്യമാണ്. ഖുർആനോടും സുന്നത്തിനോടും യോജിച്ച, അതുകൊണ്ട് അത് തെളിവായിട്ടാ പറയുന്നത്. ചരിത്രം പഠിക്കണം, പഠിച്ചിട്ട് ഞാൻ പിന്നെ പറയാം. ഒക്കെ പഠിച്ചു വരുന്ന മൂപ്പർക്ക് കുടുംബം ഒക്കെ പഠിക്കണം. അതിന്റെ മുമ്പ് പഠിക്കേണ്ട ചിന്തയൊന്നുമില്ല. കുടുങ്ങിയാ പഠിക്കണം. തന്നെ മുജാഹിദിന്റെ സ്വഭാവം. കുടുങ്ങിനോർത്ത് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ് മൗലവിമാരുടെ പരിപാടി. ഇജ്മാഅ് തെളിവാണോ അല്ലേ പഠിക്കണം എന്നാ പറഞ്ഞത്. വ്യവസ്ഥ ഇതും അങ്ങനെ എഴുതും. ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഇജ്മാഅ് തെളിവാണോ അല്ലേ എന്ന് തന്നെ പഠിക്കണം എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചോളി, നമുക്ക് വിരോധമല്ല.